പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ദൈവം അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നല്ലവനായി കൂടെയിരുന്നു. നമ്മളെ സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു സുവിശേഷമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ രൂപരേഖ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഇതിനകത്തെ യേശുവിൻ്റെ ശുശ്രൂഷയെ കാണിക്കുന്നു 1-ാം അധ്യായത്തിൽ. അതുപോലെ 2-ാം അധ്യായ 1:28 കാണുന്ന ഒരു രൂപരേഖ നിറയെ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെ കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നാനത്തെ കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ പരീക്ഷ, ഗലീലയിലെ പ്രാരംഭ ശുശ്രൂഷ, ആദ്യത്തെ 4 ശിഷ്യന്മാർ, കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ 4 ശിഷ്യന്മാരെ ഇതിനകത്ത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കവർണ്ണഭൂമിലെ ഒരു ശവത്തിനെ കുറിച്ച് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 1:21 ഒന്നാമത്തെ പ്രസംഗ ഭരണം 1:35 മുതൽ 45 വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരീശന്മാരുടെ എതിർപ്പുകൾ കാണുന്നു. ഗലീലയിലെ പിൽക്കാല ശുശ്രൂഷ, കടൽക്കരയിലുള്ള വാങ്ങിപ്പോക്ക്, 12 ശിഷ്യന്മാരുടെ നിയമം, ഇനം, സ്നേഹിതന്മാരും ശത്രുക്കളും 3:20 കാണുന്നു. ഉപമകളാൽ ഉപദേശിക്കുന്ന ഒരു പുസ്തകമായിട്ട് നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീര്യപ്രവൃത്തികളോട് ഉപദേശം, യേശു നസ്രയത്തിൽ 12 പേരുടെ നിയോഗം, ഹേരോദാവും യോഹന്നാൻ സ്നാപകനും, ഗലീല കടലിൽ അരികെയുള്ള അത്ഭുത പ്രവൃത്തികളും ഉപദേശങ്ങളും ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഗലീലയ്ക്ക് വെളിയിലുള്ള ശുശ്രൂഷ, യഹൂദന്മാരല്ലാത്ത 2 പേരുടെ രോഗസൗഖ്യം 7:24 37 കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇതിനകത്തൊത്തിരി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നതാണ്. കൈസരിയ ഫിലിപ്പിയിലുള്ള സംഭവം, രൂപാന്തരം 9:2 യെരുശലേമിലേക്കുള്ള പാത, യാത്ര, ഗലീലയുടെ പെരേയിലെ ശുശ്രൂഷ, കഷ്ടാനുഭവ ആഴ്ച, ഇതൊക്കെ ഒത്തിരി ഇതിനകത്ത് രൂപരേഖയായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ രൂപരേഖ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പിടികിട്ടി എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ മർക്കോസ് തന്നെയാണ് ഇത് എഴുതപ്പെട്ടത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സുവിശേഷങ്ങളിലും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായ വിവരണമാണ് ഇതിനകത്ത് 4 സുവിശേഷങ്ങളെക്കാളും എഴുതിയിരിക്കുന്നതുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് 1:1 എല്ലാ സുവിശേഷങ്ങളിലെയും പോലെ ഈ പുസ്തകത്തിലും എഴുത്തുകാരൻ തൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സഭയുടെ ആദിമവും ഏകകണ്ഠവുമായ സാക്ഷ്യം യോഹന്നാൻ എന്ന മർക്കോസാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എഴുതപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസാണ് ഇത് എഴുതിയത് എന്നതാണ് എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത്. യെരുശലേമിൽ ഒരു യുവാവായി വളർന്നു. ക്രിസ്ത്യാനികളുടെ 1-ാം തലമുറയിൽ ഉൾപ്പെട്ടിരുന്ന മർക്കോസിനെ 3 പുതിയ നിയമ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിരിക്കുവാനുള്ള അതുല്യമായ അവസരം ലഭിച്ചു. പൗലോസ്, ബർണബാസ്, പത്രോസ് എന്നിവർ പാപ്പിയാസും AD 130 2-ാം ആണ്ടിലെ മറ്റ് സഭാപിതാക്കന്മാരും പറയുന്നതനുസരിച്ച് മർക്കോസ് പത്രോസിനോടുള്ള സമ്പർക്കത്തിൽ നിന്ന് തൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ലഭ്യമാക്കുകയും റോമിൽ വെച്ച് എഴുതുകയും റോമൻ വിശ്വാസികൾക്കായി അത് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയ കൃത്യമായ കാലം തീർച്ചയല്ലെങ്കിലും മിക്ക പണ്ഡിതന്മാരും AD 50കളിലെ അവസാനത്തിലോ 60കളിലെ ആയിരിക്കാൻ രചനാകാലമെന്ന് കരുതുന്നു. സ്ഥാപിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതാനുള്ള ഉദ്ദേശം ഇതാണ്. എഴുതുവാനുള്ള ഉദ്ദേശം AD 1-ാം നൂറ്റാണ്ടിൻ്റെ 60കളിൽ റോമിലെ വിശ്വാസികളോട് ജനങ്ങൾ ക്രൂരമായി പെരുമാറിയിരുന്നു. റോമൻ ചക്രവർത്തി ആയിരുന്ന നീറോ അനേകരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. പാരമ്പര്യ ചരിത്രം അനുസരിച്ച് ഈ പതിറ്റാണ്ടിലെ റോമിലെ ക്രിസ്തീയ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അപ്പോസ്തലനായ പത്രോസും പൗലോസും ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു. യോഹന്നാൻ
റോമിലെ സഭാ നേതാക്കളിൽ ഒരാളെന്ന നിലയിൽ യോഹന്നാൻ മർക്കോസിന് ഈ പീഡനകാലത്തെ പ്രാവചനിക മുന്നറിവായിട്ടോ ഒരിട പ്രതികരണമായിട്ടോ ഈ സുവിശേഷം എഴുതുവാൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരണ ഉണ്ടായി. റോമിലെ വിശ്വാസികളിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുക ആവശ്യമില്ലെങ്കിൽ അവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കഷ്ടാനുഭവം, മരണം, പുനരുദ്ധാനം എന്നിവ അവരുടെ വെച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി വിശ്വസ്തയോടെ കഷ്ടം സഹിക്കുവാൻ അവരെ ഉത്തേജിപ്പിക്കുക എന്നതായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഉന്നതമായ ഒരു വിചാരം അല്ലെങ്കിൽ എഴുതപ്പെടുവാനുള്ളൊരു കാരണവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ അവലോകനം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ്തലോടെ അതിവേഗം നീങ്ങുന്ന ഒരു വിവരണത്തിലൂടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിലും കഷ്ടം സഹിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദാസനായ മശിക എന്ന നിലയിലും മർക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നു. ഈ സുവിശേഷത്തിന് നിർണായക പ്രാധാന്യം കൈസരിയ ഫിലിപ്പിയിലെ സംഭവം തുടർന്ന് മറ്റു മറുരൂപം മലയിലൂടെ 8:27, 9:9 യേശു തൻ്റെ വ്യക്തിത്വം, കഷ്ടതയുടെ ദൗത്യം പൂർണ്ണമായി തൻ്റെ 12 ശിഷ്യന്മാർക്കും വെളിപ്പെടുന്നതായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ക്രിസ്തുവിൻ്റെ മഹാത്ഭുതങ്ങളിലും രോഗത്തിന്മേലും ഭൂതങ്ങളുടെ മേലും അവനുള്ള അധികാരവും മർക്കോസിൻ്റെ ആദ്യ പകുതി മുഖ്യമായും കേന്ദ്രീകരിക്കുന്നു. ഏതായാലും കൈസരിയ ഫിലിപ്പിൽ വെച്ച് താൻ പലതും സഹിക്കുവാൻ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് 8:31 പറയുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മർക്കോസിലുടനീളം ശിഷ്യത്വത്തിൻ്റെ വില കട്ടതയാണ് എന്നുള്ളത് അനേക പരാമർശങ്ങളിൽ നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയതായി കാണാം. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ പ്രകടനമായതുപോലെ നീതിയുടെ കഷ്ടത സഹിക്കുന്ന തുടർന്ന് ദൈവത്തിൻ്റെ നീതീകരണം ഉണ്ടാകുമെന്ന് മർക്കോസ് ഊന്നിപ്പറയുന്ന അല്ലെങ്കിൽ തുറന്നു പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസലോടെ ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പ്രൈസലോടെ മർക്കോസിൻ്റെ സുവിശേഷത്തെ സവിശേഷമാക്കുന്ന 4 പ്രത്യേകതകൾ. 1. പ്രവൃത്തിയുടെ സുവിശേഷം എന്ന നിലയിൽ യേശു എന്തു പറഞ്ഞു എന്നതിൽ ഉപരിയായി അവൻ എന്തു ചെയ്തു എന്ന് ഊന്നി പറയുന്നു. അങ്ങനെ മർക്കോസ് 18 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഉപമകൾ 4 മാത്രം. 2. റോമർക്ക് വേണ്ടിയുള്ള സുവിശേഷം എന്ന നിലയിൽ ഇത് യഹൂദാചാരങ്ങളെ വിശുദ്ധീകരിക്കുകയും എല്ലാ യഹൂദ വംശാവലികളെയും ജനന വിവരണങ്ങളും ഒഴിവാക്കുകയും അരാമ്യ പദങ്ങളെ പരിഭാഷപ്പെടുത്തുകയും ലത്തീൻ പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. 3. തിടുക്കത്തിൻ്റെ സുവിശേഷം എന്ന നിലയിൽ ഇത് പെടുന്നതിനെ ആരംഭിക്കുകയും വേഗത്തിൽ പുരോഗമിക്കുകയും ഉടനെ 42 തവണ എന്ന ക്രിയാവിശേഷണത്തിൻ്റെ തുടരെയുള്ള ഉപയോഗത്തിലൂടെ ഒരു സംഭവത്തിൽ നിന്ന് ഉടനെ എന്ന മറ്റൊന്നിലേക്ക് അതിവേഗം നീങ്ങുകയും ചെയ്യുന്നു. 4. സ്പഷ്ടതയുടെ സുവിശേഷം എന്ന നിലയിൽ ഇത് സംക്ഷിപ്തമായും വ്യക്തമായും ഒരു സാഹിത്യ കലാകാരൻ്റെ ചിത്രീകരണ പാടവത്തോടുകൂടെ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ വിവരിക്കുന്നു. ഉടനെ എന്ന് 42 പ്രാവശ്യം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് മർക്കോസ് എൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1:1 കാണുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്താണ്? ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്തിനെ കുറിക്കുന്നു, എന്തിനെ കാണിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ആത്മാവിൽ നമ്മളെ സ്നാനമേൽപ്പിക്കുമെന്ന് പറയുന്നു. യേശുവിൻ്റെ സ്നാനവും പരീക്ഷയും, യേശു 4 ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ടും, യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, അങ്ങനെ അനേക കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യേശു ഗലീലയിൽ പ്രസംഗിക്കുന്നു, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. അങ്ങനെ അനേക രോഗസൗഖ്യം 1-ാമത്തേത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ചില ദിവസം 2:1 കാണുന്നു, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർണ്ണകൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോടുകൂടെ തിരുവചനം പ്രസ്താവിച്ചു. അതിനുശേഷമായിട്ട് 4 പേർ ചുമന്നുകൊണ്ടുവന്നതായ ഒരു വ്യക്തിയെ അവിടെ സൗഖ്യമാക്കുന്നു. ഒരു പാപങ്ങളെ മോചിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമായിട്ട് 2:13 മത്തായിയെ വിളിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2:18 ഉപവാസത്തെക്കുറിച്ചുള്ള ചോദ്യം പരീശന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുന്നു. അപ്പോൾ അവരുടെ ചോദ്യം ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 2:20
24 യേശു ശബത്തിനും കർത്താവാണെന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പിന്നെയും പള്ളിയിൽ ചെന്നവിടെ വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന യേശുവിനെ നമുക്കിവിടെ വരച്ചു കാട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസലോട് പ്രിയരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതിനെ മനസ്സിരുത്തി പഠിക്കണം. ചുമ്മാ നമ്മൾ വായിച്ചു പോകരുത്, അതിനെ ധ്യാനിച്ച് പഠിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എപ്പോഴും. യേശു കടൽക്കരയിൽ അനേകരെ സൗഖ്യമാക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. 12 പേരെ നിയമിക്കുന്നു. അതിനുശേഷം യേശുവും സാത്താനും അവൻ വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വയ്യാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി. അവൻ്റെ ചാർച്ചക്കാരത് കേട്ട് അവനെ ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു. അപ്പം ബുദ്ധിയില്ല അവനല്ലെങ്കിൽ കർത്താവിന് തലയ്ക്ക് സ്ഥിരമല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ചാർച്ചക്കാർ പിടിക്കാൻ വന്ന ആ അനുഭവമാണ്. അവിടെ യേശുവിൻ്റെ ശ്രുതി കേട്ടുകൊണ്ട് അനേകർ യെരൂശലേമിൽ വന്ന ശാസ്ത്രിമാരും അവനെ ബെയൽസബൂൽ ഉണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നൊക്കെ വലിയ ശ്രുതിയായി. അതിനുശേഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 3:28 കാണുന്നു, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഒക്കെ കാണാൻ കഴിയുന്നു. അതിന് ശേഷമായിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസിലൂടെ പശ്ചാത്തലം ഇത്രയൊക്കെയാണ്. ഞാനത് പശ്ചാത്തലം അത് മുഴുവനായിട്ട് പറഞ്ഞില്ല, എങ്കിലും കുറച്ചൊക്കെ പറയാൻ. ഒരുപാട് നേരം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടു പോകും, അതുകൊണ്ട് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയൊക്കെ പശ്ചാത്തലം പറയുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇത്രയൊക്കെയാണ് പശ്ചാത്തലം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വിവരണങ്ങളും പശ്ചാത്തലം അവലോകനവും ഒക്കെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സാത്താൻ്റെ മേലും ഭൂതങ്ങളുടെ മേലും ദൈവത്തിനൊരു അധികാരം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിനൊരു അധികാരം ഉണ്ടാകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് 3:20 ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ല, പിടിച്ചു കെട്ടിയാൽ അവൻ്റെ വീട് കവർച്ച ചെയ്യാം എന്നിങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ ഒരു ദൈവത്തിൻ്റെ വചനമാണത്. 3:27 നമുക്ക് കാണാൻ കഴിയുന്നത്. ബലവാനെ പിടിച്ചാൽ അപ്പം ബലവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ബലവാനെന്ന് പറയുന്നത് പൈശാചികമായ ശക്തിയാണ്. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ നമുക്ക് കഴിയത്തില്ല എന്നതാണ്. അതായത് കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ തന്നെ ഉദ്ദേശം ബലവാനെന്ന് പറഞ്ഞ പൈശാചികനെ പിടിച്ചു കെട്ടുക എന്ന് മാത്രമായിരുന്നു കർത്താവിന്. അതുകൊണ്ടാണ് കർത്താവ് കാൽവറിയിൽ അവൻ്റെ തലയെ ചിരച്ഛേദം ചെയ്ത് തകർത്തു, അവൻ്റെ ശക്തി ഇല്ലാതാക്കി. അവനിപ്പോൾ പകുതി ശക്തി കൊണ്ടാണ് ഈ ഭൂമിയിൽ ഓടാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. 3:10 അനേകരെ സൗഖ്യമാക്കി, ദൈവിക രോഗശാന്തി. അപ്പോൾ ദൈവത്തിൻ്റെ രോഗശാന്തി കൊടുത്ത് പൈശാചികമായി ബന്ധിക്കപ്പെട്ട അനേകരെ കർത്താവ് ഇവിടെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസലോടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശു ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പിക്കാനാണ്. യോഹന്നാൻ 3:8 കാണുന്നു, സാത്താനിലും പാപത്താലും അടിച്ചമർത്തപ്പെടുന്നവരെ സ്വതന്ത്രരാക്കുക എന്നിവയായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. ലൂക്കോസ് 18 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ധകാരത്തിൻ്റെ ശക്തികൾക്കെതിരെയുള്ള തൻ്റെ യുദ്ധം തുടരുവാൻ തൻ്റെ അനുഗാമികൾക്ക് യേശു നൽകിയ അധികാരവും ശക്തിയും ഈ ഉദ്ദേശത്തിൻ്റെ ഉൾപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങൾ ഈ സത്യത്തെ നിജപ്പെടുത്തുകയാണ്. അതായത് നിജസ്ഥിതി കർത്താവ് പറയുകയാണ് എങ്ങനെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. 1. യേശു 12 അപ്പോസ്തലന്മാരെ നിയമിച്ച ശേഷം അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം നൽകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാക്യം 14-15. മത്തായി 10:1. അവൻ 70 പേരെ നിയമിച്ച ശേഷം അവർക്ക് ശത്രുവിൻ്റെ സകല ബലത്തെയും അധികാരവും ചവിട്ടുവാനുള്ളൊരു അധികാരം കൊടുത്ത് കർത്താവ് നിയമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ലൂക്കോസ് 10:1, 17:19, മത്തായി 10:1, മർക്കോസ് 6:7-13. 2.
ശിഷ്യന്മാർ പോയി പ്രസംഗിക്കുക. വാക്യം 14 മത്തായി 10:7 കാണാൻ കഴിയും. മാത്രമല്ല സാത്താനെതിരെ പോരാടിയും ഭൂതങ്ങളെ പുറത്താക്കിയും എല്ലാത്തരം രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യമാക്കിയും കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഭരണം, ശക്തി, അധികാരം എന്നിവ പ്രകടമാക്കുകയും ചെയ്യേണ്ടിയിരുന്നു. തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശു തൻ്റെ അനുയായികളുടെ സുവിശേഷം പ്രസംഗിക്കാനുള്ള അവരുടെ ദൗത്യവും സാത്താൻ്റെ മേലും ഭൂതങ്ങളുടെ മേലും അവരുടെ അധികാരവും ഊന്നിപ്പറഞ്ഞുവെന്ന് മർക്കോസ് പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ മർക്കോസ് ഒത്തിരി ഇതിനകത്ത് ഭൂതങ്ങളുടെ മേലുള്ള അധികാരവും കർത്താവ് എങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, സാത്താനെയും അവൻ്റെ പൈശാചിക ശക്തികളെ എങ്ങനെയെങ്കിലും കെട്ടിക്കളയണം, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ഇല്ലാതാക്കി കളയണം എന്നായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. കർത്താവ് ഭൂമിയിൽ വന്നത് തന്നെയും സാത്താനെ തകർത്ത് കളയാൻ വേണ്ടിയായിരുന്നു. ക്രൈസ്തലോടെ അവൻ പരാജയപ്പെട്ടവനെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ കർത്താവിനുള്ളായിരുന്നു. യേശുവിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന താല്പര്യം 3:27 ബലവാനെ സാത്താനെ പിടിച്ചു കെട്ടുക, അവൻ്റെ വീട് കവർച്ച ചെയ്യുക, അതായത് സാത്താൻ അടിമകളാക്കിയവരെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ മേലുള്ള യേശുവിൻ്റെ ഈ അധികാരം ഭൂതങ്ങളെയും ദുഷ്ടാത്മാക്കളെയും പുറത്താക്കുന്നതിൽ പ്രത്യേകിച്ച് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 1-ാം അധ്യായത്തിൽ ഭൂതങ്ങൾ ദുഷ്ടാത്മാവിൻ്റെ അധിവാസത്താൽ സാത്താൻ്റെ പീഡയിലോ സ്വാധീനത്തിലോ ആയി കഷ്ടപ്പെടുന്നവരെയും ഭൂതങ്ങളുമായുള്ള യേശുവിൻ്റെ പോരാട്ടത്തെയും കുറിച്ച് പുതിയ നിയമം പലപ്പോഴും പറയുന്നു. ഉദാഹരണമായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത്തരം അനേകം ഏറ്റുമുട്ടലുകളെ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ഭൂതങ്ങൾ ആളത്വവും ബുദ്ധിയുമുള്ള ആത്മജീവിയാണ്. സാത്താൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുക്കളുമാണ്. മത്തായി 12:43-45 എന്ന നിലയിൽ അവർ ദുഷ്ടന്മാരും ദ്രോഹികളും സാത്താൻ്റെ അധികാരത്തിന് കീഴിലുള്ളവരുമാണ്. മത്തായി 4:10 കാണാൻ കഴിയുന്നുണ്ട്. പിശാച് ആരെ വഞ്ചിക്കണം, ആരെ വിഴുങ്ങിക്കളയാം, ആരെ നശിപ്പിച്ചു കളയാം, യൗവനക്കാരോട് പോരാടുന്നു, മധ്യവയസ്കരോട് പോരാടുന്നു, സഹോദരിമാരോട് പോരാടുന്നു, കുടുംബത്തോട് പോരാടുന്നു, കുടുംബജീവിതത്തോട് പോരാടുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവിയോട് പോരാടുന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊക്കെയും പോരാടി നിൽക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കാര്യമാണ് ഇവിടെ നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്നത്. 3 വിഗ്രഹ ദേവന്മാരുടെ പിന്നിലെ ശക്തി ഭൂതങ്ങളാണ്. വ്യാജ ദേവന്മാരെ ആരാധിക്കുന്നതും വാസ്തവത്തിൽ ഭൂതങ്ങളെ ആരാധിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിഗ്രഹാരാധന പാപമാണെന്ന് നമുക്ക് കാണാൻ 1 കൊരിന്ത്യർ 10:20. 4 ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് സാത്താനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നിലയിലാണ് പുതിയ നിയമം ലോകത്തെ അവതരിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 12:31, 2 കൊരിന്ത്യർ 4:4, എഫേസ്യർ 6:10. ഇപ്പോൾ ലോകത്തോട് വിശ്വാസികളുള്ള ബന്ധം, അത് ലോകപരമായി ഭൂതങ്ങളാണ് ഈ യുഗത്തിൻ്റെ ഭരണകർത്താക്കൾ. വിശ്വാസികൾ അവയുമായി നിരന്തരം യുദ്ധം ചെയ്യേണ്ടതുമാണ്. എഫേസ്യർ 6:12. പലപ്പോഴും വിശ്വാസികൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കുടുംബത്തിലും കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിച്ച് കിടക്കുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5 പലപ്പോഴും ചെയ്യുന്നത് പോലെ അവിശ്വാസികളുടെ ശരീരത്തിൽ ആവസിക്കുവാനും സംസാരിക്കുന്നതിനും അവരുടെ ശബ്ദം ഉപയോഗിക്കുവാനും ഭൂതങ്ങൾക്ക് കഴിയും. മർക്കോസ് 5:15. അത്തരം വ്യക്തികളെ അവ അടിമകളാക്കുകയും ദുഷ്ടത, അസാന്മാർഗികത, നാശം എന്നിവയ്ക്ക് അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വാധീനിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ ഉപാസിക്കുന്നതിലും മന്ത്രവാദത്താലും ശുദ്രപ്രയോഗം ഏർപ്പെട്ടിരിക്കുന്നവർ ദുഷ്ടാത്മാക്കളുമായി ഇടപെടുകയും ഈ നിമിത്തം ഭൂതബാധയിലേക്ക് എളുപ്പത്തിൽ നയിക്കപ്പെടാം. പ്രവൃത്തി 13:8-10. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. 8 ഗൂഢാരാധന, അർഹിത, ഹിംസ, ക്രൂരത എന്നിവ വളർത്തിക്കൊണ്ട് ഈ യുഗത്തിൻ്റെ അന്ത്യനാളുകളിലെ ദുഷ്ടാത്മാക്കൾ പ്രത്യേകിച്ച് കർമ്മനിരതരായിരിക്കും. ദൈവവചനത്തെയും സത്യോപദേശത്തെയും അവർ ആക്രമിക്കും. അവൻ്റെ അനുയായികളും പൈശാചിക പ്രവൃത്തി ആത്യന്തികമായി കാണപ്പെടുന്നത് എതിർ ക്രിസ്തുവിലും അവൻ്റെ അനുയായികളിലുമായിരിക്കും. 2 തെസ്സലോനിക്കർ 2:9, വെളിപ്പാട് 13:2 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വായിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അന്ത്യകാലത്ത് അവൻ ഏറ്റവും ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിലും. അതായത് കള്ളക്കവർച്ചകളെ, വ്യഭിചാരം, ഭീഷണി ഇതെല്ലാം നടത്തിക്കൊണ്ട് അവനെ ജനങ്ങളെ തെറ്റിക്കുവാനായിട്ട് ഇങ്ങനെ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു തൻ്റെ അത്ഭുത പ്രവൃത്തികളാൽ സാത്താനെയും പൈശാചിക ശക്തിയും പലപ്പോഴും ആക്രമിക്കുന്നു. താൻ ലോകത്തിലേക്ക് വന്നതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന തൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് സാത്താനെ ബന്ധിക്കുകയും അവനാൽ അടിമകളായിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുക എന്നതായിരുന്നു കർത്താവിൻ്റെ
താല്പര്യം അല്ലെങ്കിൽ ഉദ്ദേശമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. യേശു ഭൂതങ്ങളെ പുറത്താക്കിയതിലൂടെ ഭാഗികമായും തൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും കൂടെ പൂർണ്ണമായി യോഹന്നാൻ 12:30 സാത്താനെ ബന്ധിച്ച് യേശു സാത്താന്യ രാജ്യത്തിൻ്റെ ശക്തിയെ തകർക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമാണ് കാണാൻ കഴിയുന്നത്. യാതനയുടെ സ്ഥലമായ നരകം ഗ്രീക്ക് ഹേഗന്ന എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് പിശാചിനും അവൻ്റെ ഭൂതങ്ങൾക്കും വേണ്ടിയാണ്. മത്തായി 8:29 25:41 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൂതങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കർത്താവ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്, അതായത് നരകമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഭൂതങ്ങളെ പുറത്താക്കിയതോടെ ഭാഗികമായി തൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും കൂടെ പൂർണ്ണമായി യോഹന്നാൻ 12:30 സാത്താനെ ബന്ധിച്ച് യേശു സാത്താന്യ രാജ്യത്തെ തകർക്കുകയും ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. യാതനയുടെ സ്ഥലമായ നരകം ഗ്രീക്ക്. അപ്പം നരകം ഗ്രീക്കാണ് യാതനാ സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രീക്ക് ഗേഹന്ന എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനാൽ അധിവസിക്കപ്പെടുന്ന യാതൊരു സത്യവിശ്വാസിക്കും ഭൂതബാധിതനായിരിക്കുവാൻ കഴിയുകയില്ലെന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അതായത് ദൈവാത്മാവിനും ഭൂതങ്ങൾക്കും ഒരേ ശരീരത്തിൽ വസിക്കുവാൻ കഴിയത്തില്ല, അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെ പിന്തുടർന്നതിനാൽ പരാജയപ്പെടുന്ന വിശ്വാസികളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തിയും ഭൂതങ്ങൾ സ്വാധീനിച്ചേക്കാം. മത്തായി 16:23 2 കൊരിന്ത്യർ 11:3-14 കാണാൻ കഴിയുന്നുണ്ട്. സാത്താൻ്റെയും തൻ്റെ സഹഗണങ്ങളുടെയും ശക്തിക്കുമേൽ അധികാരം സത്യവിശ്വാസികൾക്ക് യേശു വാഗ്ദത്തം നൽകിയിരിക്കുന്നു. നാം അവരെ എതിരിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ തീവ്ര ആത്മീയ പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മുടെ മറ്റുള്ളവരുടെ മേലും അവർ ചെലുത്തുവാൻ ശ്രമിക്കുന്ന ശക്തിയെ നാം തകർക്കേണ്ടതിന് ലൂക്കോസ് 4:14 കാണുന്നു, 19 കാണുന്നു. ഈ മാർഗത്തിലൂടെ അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്നും സ്വതന്ത്രരാകുവാൻ നമുക്ക് കഴിയും. നമ്മളെപ്പോഴും ഏത് നേരം പ്രാർത്ഥനയാലും ആരാധനയാലും ഉപവാസത്താലും നമ്മളായിരിക്കുകയാണെങ്കിൽ സാത്താൻ നമ്മുടെ ചിന്തയോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ ആലോചനയോ കൈക്കൊള്ളത്തില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മർക്കോസ് 3:27 കാണുന്നു, ഉപമ അനുസരിച്ച് സാത്താനെതിരെയുള്ള ആത്മീക പോരാട്ടത്തിൽ നിന്ന് 3 വ്യത്യസ്തമായ ഘടകങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ച് സാത്താനെതിരെ യുദ്ധം ചെയ്യുക എന്നതാണ്. ലൂക്കോസ് 4:14-19 സാത്താൻ്റെ ഭവനത്തിൽ അവനെ സുശക്ത കോട്ടയമുള്ള ഏതു സ്ഥലവും കടക്കുകയും അവന് കയറാൻ കഴിയുന്ന സുഷിരമുള്ളതായ സ്ഥലത്ത് അവൻ കോട്ട കെട്ടി കടക്കുകയും പ്രാർത്ഥനയാലും വചനത്തിൻ്റെ പ്രഘോഷണത്താലും അവനെ ആക്രമിച്ച് കീഴടക്കുകയും പൈശാചിക വഞ്ചനയുടെ പ്രലോഭനങ്ങളിൽ നിന്നും ആയുധങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക. ലൂക്കോസ് 11:20-22 അതിൻ്റെ വകകൾ കവർന്നെടുക്കുക, അതായത് സാത്താൻ്റെ ശക്തികൾ ബന്ധിതരാക്കപ്പെട്ടവരെ വിടുവിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമയും ശുദ്ധീകരണവും പ്രാപിക്കേണ്ടതിനായി അവരെ ദൈവത്തിന് നൽകപ്പെടുക എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രക്രിയയിൽ നാം ഉപയോഗിക്കേണ്ട ഓരോ ചുവടും താഴെ പറയും പ്രകാരം ആണ്. 1. ജഡത്തിലും ശക്തിക്കും എതിരെയുള്ള ദുഷ്ടാത്മശക്തികൾക്ക് അധികാരങ്ങൾക്കും എതിരെ നമ്മുടെ പോരാട്ടമെന്ന് മനസ്സിലാക്കുക. എഫേസ്യർ 6:12 ദൈവത്തിൻ്റെ സത്യത്തോടും നീതിയോടും തീക്ഷ്ണമായ പ്രതിബദ്ധതയുള്ള ഒരു ജീവിതം ദൈവത്തിന് മുമ്പാകെ കഴിക്കുക. റോമർ 12:1-2 എഫേസ്യർ 6:14 സാത്താൻ്റെ സാമ്രാജ്യത്തിലെ ഏത് നിർദ്ദിഷ്ട ഭാഗത്തെയും അവൻ്റെ ശക്തിയെ തകർക്കുവാൻ എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. സാത്താൻ്റെ കോട്ടകൾ തകർക്കുന്നതിന് ദൈവം നൽകിയിരിക്കുന്ന ശക്തിയേറിയ ആത്മീയ ആയുധങ്ങൾ വിശ്വസിക്കണം എന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, ദൈവവചനം ഉപയോഗിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നിവയിലൂടെ സാത്താനെ അവൻ്റെ ശക്തിയെ നേരിട്ട് വെല്ലുവിളിക്കുക എന്നതാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
ഞാൻ ഇതിനകത്ത് ഇതിൻ്റേതായ പശ്ചാത്തലവും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പശ്ചാത്തലവും വൈശാചികമായ ചില കാര്യങ്ങളും പറയുവാൻ ഇന്ന് രാത്രികാലം ദൈവം സഹായിച്ചു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പിന്നെ വീണ്ടും കാണുമ്പോഴേയും ദൈവം നമ്മളെ ചിറകളിൽ മറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.